രുക്മിണി സുരേഷ് എഴുതിയ പ്രണയം എന്ന കഥ ആരംഭിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഒരുപാട് പേരെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്. അതെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ മണിച്ചിത്രത്താഴിട്ട് പൂട്ടി വച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചുമ്മാ ഒന്ന് തുറന്നു നോക്കും, നല്ല വാസനയായിരിക്കും. ഉടനെ പൂട്ടി താക്കോൽ ഉത്തരത്തിൽ വയ്ക്കും. എന്നിട്ട് ആരും അറിയാതെ ലല്ലലല എന്ന് മൂളിക്കൊണ്ട് നടക്കും. അതിലെ ഏതെങ്കിലും കഥാപാത്രത്തെ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ എൻ്റെ ഹൃദയം ചെറുതായെന്ന് വലുതായിട്ട് വികസിക്കും. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കുശലാന്വേഷണം തുടങ്ങും. അകത്ത് വിങ്ങിപ്പൊട്ടുന്ന പ്രണയം തുളുമ്പുകയല്ലേ. പ്രണയമാണല്ലോ എല്ലാം. ഒരു വലിയ പ്രണയത്തിൻ്റെ ബാക്കിപത്രമാണല്ലോ ഞാനും നിങ്ങളും എല്ലാവരും, ഈ ലോകം തന്നെ. അതിപ്പോൾ ഞാൻ ആര് വേണമെങ്കിലും പ്രണയിക്കും. അതിനുള്ള ലൈസൻസ് ഉണ്ട് എനിക്ക്. പക്ഷേ അവർ അതറിയില്ല എന്ന് മാത്രം. അറിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഓർത്തിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു. അമ്മ എന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വള്ളിനിക്കറും ഷർട്ടും സഞ്ചിയും സ്ലേറ്റും കല്ല് പെൻസിലും തരും. പിന്നെ പൗഡർ ഇട്ട് ഗോപി വരച്ച് ഒന്നുകൂടി സുന്ദരനാക്കും. അച്ഛൻ മുമ്പേ ഞാൻ പിമ്പെ. നേരെ സ്കൂളിലേക്ക് അറബി മാഷ് എന്ന അബൂബക്കർ മാഷായിരുന്നു ഞങ്ങളുടെ മാഷ്. തറ പന പല വല സാർ അങ്ങനെ പഠിപ്പിച്ചു പോകും ക്ലാസ്സിൽ. നല്ല ഒരു പിട്ടക്ക് വെള്ളുള്ള നളായിനി ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ നാലണ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് നല്ല കൂർത്ത നഖമുണ്ട്. ആ കൂർത്ത നഖം കൊണ്ട് എന്നെ പിച്ചും. ഒരു റവലഡുവിലും എലന്തി വടയിലും ഞാൻ അവളെ വീഴ്ത്തി. അതിനുശേഷം പിച്ചാൻ വരുമ്പോൾ ഞാൻ റവലഡും എലന്തി വടയും തിരിച്ചു ചോദിക്കും. അപ്പോൾ അവൾ വന്ന വഴി പോവും. എപ്പടി ഐഡിയ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ സിനിമാ പാട്ടും ഡാൻസുമൊക്കെ ആയിട്ട് കുറച്ച് തമിഴ് സംഘം വന്നു. ഞാനും കാണാൻ പോയി. ഏക് ദോ തീൻ പാട്ടിന് ഡാൻസ് കളിച്ച ആ ചുന്ദരി ചേച്ചി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല തിളങ്ങുന്ന റോസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് അവരുടെ അടിപൊളി ഡാൻസ്. അംബിക എന്നായിരുന്നു അവരുടെ പേര്. ഒരാഴ്ച അവർ ഉണ്ടായിരുന്നു. അവർ ആ കൂടാരം അഴിച്ചു പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. അവർ പോയതിന് ശേഷവും ഞാൻ അവർ ഡാൻസ് ചെയ്ത ആ സ്ഥലം കാണാൻ പോകുമായിരുന്നു. 5ാം ക്ലാസ്സായപ്പോൾ ടൗണിലുള്ള സ്കൂളിൽ ചേർന്നു. എനിക്ക് ആ സ്കൂളും ടീച്ചേഴ്സും പിള്ളേഴ്സും എല്ലാം അതിശയമായിരുന്നു. പഠിക്കുന്ന കുട്ടികളും ടീച്ചേഴ്സിൻ്റെ മക്കളും എല്ലാം 5Aയിലും 5Bയിലും സ്ഥാനം പിടിച്ചു. ബാക്കിയുള്ള എന്നെപ്പോലെ പഠിക്കാത്ത പിള്ളേഴ്സ് 5Cയിലും. നല്ല സമ്പ്രദായമല്ലേ. ക്ലാസ്സിൽ നല്ല നീളൻ മൂക്കമുള്ള പ്രസീത ഉണ്ടായിരുന്നു. നന്നായി പഠിക്കും. നല്ല ചന്ദനക്കുറിയും തൊട്ടുവരും. ലളിത ടീച്ചർ ആദ്യം ചോദിക്കുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ഉത്തരം പറയാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഇടം കണ്ടുകൊണ്ട് അവളെ നോക്കും. അവൾ എന്നെ നോക്കിയാൽ ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റും. ഒരു ദിവസം അവൾ വരുന്നു എൻ്റെ അടുത്തേക്ക്. ഞാനൊന്ന് വിളറി. എന്തിനാണാവോ അവൾ മൊഴിഞ്ഞു. ആ ചുവന്ന റബ്ബറുള്ള നീല പെൻസിൽ എനിക്ക് തരാവോ? പെട്ടെന്ന് മിസൈൽ പോയി. ഞാൻ ആ ചുവന്ന റബ്ബറുള്ള നീല പെൻസിൽ തൻ്റെ 2 കൈയും അവളുടെ 2 കൈയിലും വെച്ച് കൊടുത്തു. അവൾക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറുതായൊന്ന് പൊങ്ങി. ആ പെൻസിൽ എനിക്ക് സമ്മാനിച്ച വല്യമ്മയെ ഞാൻ സ്തുതിച്ചു. സ്കൂളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിറന്നാൾ ദിവസം പിറന്നാളുകാരികൾ പുത്തനുടുപ്പും മധുരവുമായി എല്ലാ ക്ലാസ്സിലും വരുമായിരുന്നു. പക്ഷേ മധുരം ഞങ്ങൾക്കില്ല, ടീച്ചറിന് മാത്രമേ ഉള്ളൂ. എല്ലാ പിറന്നാളുകാരിയും ഞാൻ ഇടക്കണ്ണ് കൊണ്ട് നോക്കിയിട്ടുണ്ട്. സംഗീത, മഞ്ജു, മഞ്ജുഷ, സൗമ്യ, സ്വപ്ന, നിഷ, ജിഷ, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. മഞ്ജുഷയ്ക്ക് ഒരു ചുവന്ന ഉടുപ്പുണ്ടായിരുന്നു. പാൻ്റല്ല, കോട്ടുമല്ല, ഒരു മുക്കാൽ ഉടുപ്പ്. എന്തായാലും ആ ഉടുപ്പിൽ മഞ്ജുഷ അടിപൊളിയായിരുന്നു. 7ാം ക്ലാസ് ജയിച്ചപ്പോൾ എല്ലാവർക്കും നാരങ്ങ മിഠായി വാങ്ങിക്കൊടുത്തു. പിന്നീട് ഹൈസ്കൂളിൽ ചേർന്നു. ഇച്ചിരി കൂടി മുതിർന്നു എന്ന ഭാവമായി. അതുവരെ നിക്കറിട്ട് നടന്ന ഞാൻ കാക്കിപ്പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടു. കണ്ണാടിയിൽ നോക്കി ഒരു ഗോപിയും വരച്ചു. സ്കൂളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ മാത്രമല്ല ആ പിറന്നാളുകാരികളും വലുതായെന്ന്. എല്ലാവരും ഈ തെറിച്ചുള്ള നടത്തം വിട്ട് നല്ല ആന നടക്കുന്നു. ആരും ഓടുന്നില്ല, ചാടുന്നില്ല. നല്ല വാസന പൗഡറും കൺമഷിയും ചന്ദനക്കുറിയും ചുവന്ന റിബൺ കൊണ്ട് തലയിൽ കെട്ടും. എല്ലാം സുന്ദരികൾ. എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കാനൊന്നും ഞാൻ പോയില്ല. ഒരുപക്ഷെ എല്ലാവരും സന്തൂർ സോപ്പായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നോ മറുപടി ഓൺലി. പുഞ്ചിരി. എന്തായാലും എല്ലാവരെയും കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. എനിക്കെല്ലാവരും ഒരുമിച്ച് പ്രണയിക്കാൻ തോന്നി. ഡീസൻറ്റ് പാർട്ടീസ്. ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ചന്തം വെച്ചതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. സ്കൂളിൽ പോക്ക് അടിപൊളിയായിരുന്നു. കല്ലേർ, കരിങ്കേർ, മാങ്ങയർ, പുളിയേർ, ഓന്തേർ, അങ്ങനെ ഈ കലാപരിപാടി കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലും. അപ്പോഴാണ് ഒരു അടിപൊളി ടീച്ചർ മിനി ടീച്ചർ ജോയിൻ ചെയ്തത്. കണക്കാണ് സബ്ജക്റ്റ്.
കണക്കാണെങ്കിൽ എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മോഡേൺ സാരിയും ഷൂസും അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചെത്തായിട്ടാണ് മിനി ടീച്ചർ വരുന്നത്. ഓരോ ദിവസവും ഓരോ സ്റ്റൈലിലായിരിക്കും മുടി പിന്നി വെച്ചിരിക്കുന്നത്. കയ്യിലെപ്പോഴും രജിസ്റ്റർ ബുക്കും ഒരു വടിയും. ആ വടി എനിക്ക് മയിൽപ്പീലിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വല്ലാത്ത ഒരിഷ്ടവും ആരാധനയുമായിരുന്നു. ഐ ലവ് യു മിനി ടീച്ചർ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. കൂട്ടുകാരുടെ ഇടയിൽ ചുമ്മാ കളിയാക്കി പറയും, അത് നിൻ്റെ ആള്, അത് നിൻ്റെ ആള് എന്നൊക്കെ. ഓരോരുത്തർക്കും ഓരോരോ ആളുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഒരാൾ എൻ്റെ ആളാണ് എന്ന് ചുമ്മാ തോന്നി. കുറച്ചു കാലം ആ ആളിനെയും കൊണ്ട് നടന്നു. മനസ്സിൽ ഒരു 30 മീറ്റർ ഗ്യാപ്പിലാണെന്ന് മാത്രം. ഈ പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരായി നല്ല പാകതയുള്ള വീട്ടമ്മമാരായി വിലസി നടക്കുന്നു. എനിക്കും കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചു പ്രോഗ്രാം ഒരു കൊച്ചുണ്ട്. എന്നിട്ടും അമ്മ പറയുന്നത് നിനക്കിനി എന്നാണ് പക്വത വരുന്നതെന്നാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പാകതയുള്ള ഒരാളാകാം എന്ന് ബുക്കും വായിച്ചുകൊണ്ട് ഭൂതകാലവും അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അറിവില്ലായ്മകൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ, പിന്നെ കാലം മായ്ക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്നാണല്ലോ ബനാന ടോക്ക്. പ്രണയം, അഗാധ പ്രണയം. ഇന്നും ഇപ്പോഴും ഞാൻ പ്രണയത്തിലാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സുന്ദര ലോകത്തെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.